വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം, പ്രസംഗം, പ്രബോധനം ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് നൽകിയ ഉയർപ്പിൻ്റെ സന്ദേശങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. പരിശുദ്ധ പിതാവ് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സെമിനാറിൽ നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശമാണ് മാർപ്പാപ്പ നൽകുന്നത്. ഇത് നമ്മൾ ഗൗരവപൂർവ്വം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ 3 ആശയങ്ങൾ എടുത്തു പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രക്തസാക്ഷികളുടെ വിശുദ്ധിയാണ് ഈ കാലത്തെ ഏറ്റവും ശക്തമായ മാതൃക എന്ന കാര്യമാണ് അദ്ദേഹം വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തോട്, ആ സെമിനാറിൽ പങ്കെടുത്തവരോട് പറഞ്ഞത്. വിശുദ്ധിയുടെ സാമൂഹിക പാഠങ്ങൾ എന്ന പ്രമേയത്തിലാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായത്. അവരുമായി മാർപ്പാപ്പ സംവാദം നടത്തി. അവിടെ മാർപ്പാപ്പ പറഞ്ഞു, ആദികാലം മുതൽ ആധുനിക കാലം വരെയുള്ള ലോകമെങ്ങും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സഭയ്ക്ക് രക്തസാക്ഷികളുടെ വിശുദ്ധി ശക്തമായ മാതൃകയാണ്. അതാണ് മാർപ്പാപ്പ ഊന്നൽ കൊടുത്ത് പറഞ്ഞത്. മാർപ്പാപ്പ പദവിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു അപ്പസ്തോലിക ഉത്ബോധനമുണ്ട് മാർപ്പാപ്പയുടെ. വിശുദ്ധിയെക്കുറിച്ചാണ്. വിശുദ്ധി ആധുനിക ലോകത്തിൽ എങ്ങനെയെന്നാണ് മാർപ്പാപ്പ ഈ രേഖയിൽ പറയുന്നത്. അതിൻ്റെ പേര് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്നാണ്. ആ രേഖയിൽ മാർപ്പാപ്പ ഈ കാര്യാലയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, നന്ദിയോടെ ഓർക്കുന്നുണ്ട് എന്ന കാര്യം അവരോട് ആദ്യമായി പറയുകയുണ്ടായി. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എന്നാണ് മാർപ്പാപ്പ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക്. കാരണം നമുക്കറിയാമല്ലോ, വിശുദ്ധരുടെ നാമകരണം, ഇന്നത്തെ വിശുദ്ധരെ കണ്ടെത്തുക, അതേക്കുറിച്ച് പഠിക്കുക, അതെല്ലാം വിലയിരുത്തുക, അത് ചെയ്യുന്ന ഒരു വലിയ ധർമ്മമാണ് ഈ കോൺഗ്രിഗേഷൻ, ഈ കാര്യാലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നിരീക്ഷണങ്ങൾ വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക ദൈവവിളി മനസ്സിലാക്കാൻ എല്ലാ ജനങ്ങളെയും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർപ്പാപ്പയുടെ രേഖയെപ്പറ്റിയാണ് മാർപ്പാപ്പ പറയുന്നത്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സത്യത്തിൽ എന്നെ കേൾക്കുന്ന ആളുകൾ ഇത് വായിക്കണം, ഇത് പഠിക്കണം, ഇത് വിചിന്തന വിഷയമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും മാർപ്പാപ്പമാരൊക്കെ എഴുതുന്ന രേഖകൾ വളരെ ചുരുക്കം പേരിലേക്ക് എത്തുന്നുള്ളൂ. അതിന് ഒരു പ്രതിവിധിയാകണം. ഇത് വിശുദ്ധിയെക്കുറിച്ചാണ്. മാർപ്പാപ്പ പറയും, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള ഡിക്രിയിൽ ജനതകളുടെ പ്രകാശം, അവിടെ വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക ദൈവവിളിയെക്കുറിച്ചും അതിൻ്റെ ആത്മീയമായ തലങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ് ആദ്യമായിട്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും, സഭയിൽ എല്ലാവരും, അത് മാർപ്പാപ്പയാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും സന്യസ്തരാണെങ്കിലും എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സത്യം വളരെ ശക്തമായി പഠിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് സാർവത്രിക ദൈവവിളി, എല്ലാവർക്കുമുള്ള വിളിയാണ്. അതേപ്പറ്റിയാണ് ഈ ജനതകളുടെ പ്രകാശം എന്ന ആ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമായ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കേവലം യാദൃച്ഛികം മാത്രമല്ല എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
എല്ലാ തലങ്ങളിലും പെട്ടവർ ഇന്ന് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. വിവിധ പ്രായത്തിലുള്ള, വിവിധ നാടുകളിലും സംസ്കാരങ്ങളിലുമുള്ള അൽമായരും വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരും ബ്രഹ്മചാരികളും പുരോഹിതരും സമർപ്പിതരും കുടുംബങ്ങൾ പോലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അല്ലെ മക്കൾ ഒന്നിച്ച് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അൾത്താരിലേക്ക് വണക്കത്തിനായി ഉയർത്തുന്നുണ്ട്. രക്തസാക്ഷിത്വം മരിച്ച പോളിഷ് കുടുംബത്തെ ഈ തരുണത്തിൽ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഈശോയെ അവസാനം വരെ പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ പരിമിതികൾക്കും കുറവുകൾക്കും ഉപരി ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉദാരതയോടെ ജീവിച്ച സമീപസ്ഥരായ വിശുദ്ധർക്കൊപ്പം ദൈവത്തിൻ്റെ വിശുദ്ധരും വിശ്വസ്തരുമായ മനുഷ്യരുടെ ഗണത്തിലേക്ക് ഇവരും ഉൾപ്പെടുന്നതെന്ന വസ്തുത മാർപ്പാപ്പ തൻ്റെ ലേഖയിൽ ആനന്ദിച്ചാഹ്ലാദിക്കും എന്ന രേഖയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വായിക്കണമെന്ന് പറയുന്നത്. ആ രേഖയിൽ മാർപ്പാപ്പ പറഞ്ഞൊരാശയമാണ് അയൽപ്പക്കത്തെ വിശുദ്ധർ. അതാണ് പ്രധാനം. സമീപസ്ഥരായ വിശുദ്ധർ. നമ്മുടെ കൂടെ ജീവിക്കുന്ന എത്രയോ പേര് വിശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. പലപ്പോഴും അവർ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ലായിരിക്കും. എങ്കിൽ പോലും അത് കണ്ടെത്തണമെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ വലിയ ഉദാരതയോടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഈ പോളണ്ടിൽ നിന്നുള്ള ഈ വിശുദ്ധരും ഈ കുടുംബവും വരുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു. അത് ഉദാഹരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളുടെ പ്രമേയത്തിൻ്റെ 3 അനുബന്ധ വശങ്ങൾ, അവർ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ 3 അനുബന്ധമായ വശങ്ങൾ എടുത്തു കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. 1, ഐക്യത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധി. വിശുദ്ധി നമ്മെ ഐക്യത്തിലേക്ക് നയിക്കുന്നു എന്ന ആശയമാണ് മാർപ്പാപ്പ എടുത്തു കാട്ടിയത്. 2, കുടുംബത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞു. കുടുംബം വിശുദ്ധീകരിക്കപ്പെടണം, അത് പ്രധാനപ്പെട്ടതാണ്. 3, മരണാനന്തര വിശുദ്ധിയാണ്. രക്തസാക്ഷികളെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് മരണത്തിന് ശേഷമാണ്. വിരോചിതമായ സാക്ഷ്യം കർത്താവിന് കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ്. മാർപ്പാപ്പ ആദ്യം പറഞ്ഞു നമ്മെ ഐക്യപ്പെടുത്തുന്ന വിശുദ്ധിയാണ് ഒന്നാമത്തത്. അതേപ്പറ്റി പറയാം. സഹോദരങ്ങളുമായും ഈശോയുമായും നമ്മെ ഐക്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ ജീവകാരുണ്യത്തിലേക്കാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ ജീവകാരുണ്യത്തിലേക്ക്. ആ പ്രയോഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5 നിന്ന് മാർപ്പാപ്പ എടുത്തിട്ടുള്ളതാണ്. ജനതകളുടെ പ്രകാശം 40-ാം നമ്പറിലാണ്. സഹോദരങ്ങളുമായി ഈശോയുമായും നമ്മെ എല്ലാം ഐക്യപ്പെടുത്തുന്നതാണ് വിശുദ്ധി എന്ന ആശയം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു വിളി മാത്രമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായി നമ്മളെ വിളിക്കുന്നു. സാമൂഹികം കൂടിയാണ് നമ്മുടെ അസ്തിത്വം. നമ്മളൊരു സമൂഹത്തിലെ അംഗമാണ്. ഈ ബോധ്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നതാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ കാര്യത്തിന് ഒരാളുടെ കാര്യം അവരെ വിളിക്കുന്നത്, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് തൻ്റെ കാര്യം മാത്രം നോക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്. അബ്രാഹമിനെ ദൈവം വിളിച്ചു, അബ്രാഹത്തെ. മോശയെ വിളിച്ചു, പത്രോസ്ലീഹായെ വിളിച്ചു, പൗലോസിനെ വിളിച്ചു. ഒക്കെ വിളിച്ചത് ഒരു ദൗത്യം നിർവഹിക്കാനാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള, എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടിയാണ്. നല്ലിടയനായ ഈശോയെപ്പോലെ അവൻ ഓരോ ആടിനെയും പേരെടുത്ത് വിളിക്കുന്നു. നല്ലിടയൻ അങ്ങനെയാണല്ലോ. അതുപോലെയാണ് മറ്റുള്ളവരെ നമ്മൾ കരുതണം, അവരെ അറിയണം, സ്നേഹിക്കണം.
അവരെ മുന്നോട്ട് നയിക്കണം. കൂട്ടം വിട്ടുപോയതിനെ തിരികെ എത്തിക്കാനായി അന്വേഷിച്ച് പുറപ്പെടുകയും ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് ദൗത്യം. നമ്മൾക്ക് ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ ഏൽപ്പിക്കുന്നത് ഈ ദൗത്യമാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനാണ്. അതാണ് അവിടുന്ന് ചെയ്തത്. അവൻ്റെ സ്നേഹപൂർണമായ വിളി ആവശ്യപ്പെടുന്നത് വളരെ ഊർജ്ജസ്വലമായ ഒരു പങ്കാളിത്തവും പ്രതികരണവുമാണ് എന്ന് പറയുകയാണ്. നമ്മളെല്ലാം വിളിക്കുന്നത് അതിനാണ്. നമ്മുടെ എനർജി, നമ്മുടെ ഊർജം, അത് നമ്മൾ കൊടുക്കണം കർത്താവിനോട്. സുവിശേഷത്തിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും എന്ന് പറയുകയാണ്. കർത്താവ് അനേകരെ വിളിച്ചപ്പോൾ മത്തായി ശ്ലീഹ, മത്തായിയെ വിളിച്ച കർത്താവ്, വിളി കേട്ട മത്തായി തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിക്കുകയാണ്. വരിക, ഈശോയെ കാണുക, ഈശോയെ കണ്ടെത്തുക എന്ന് പറയാൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ നമ്മളത് വായിക്കും. അവനൊരു വലിയ സദ്യ കൊടുക്കുന്നു. ഈശോയെയും വിളിച്ചു, അവൻ്റെ സ്നേഹിതരെ എല്ലാം വിളിച്ചു. ഈശോയിലേക്ക് അവരെ അടുപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. ക്രിസ്തുവിനെ ദർശിച്ച വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ വിജാതിയരുടെ അപ്പസ്തോലനായി മാറി. പൗലോസിനെ വിളിക്കുന്നു. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെ അല്ല, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കാൻ, ഈശോയെ അറിയിക്കാൻ മാറുകയാണ് ചെയ്യുന്നത്. ഈശോയുമായുള്ള കണ്ടുമുട്ടൽ സാമൂഹിക തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മളെ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ആ സെമിനാറിൽ പങ്കെടുത്ത, കോൺഫറൻസിൽ പങ്കെടുത്ത ആളുകളോട് പറയുകയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ആവൃത്തിക്കുള്ളിൽ ജീവിച്ചവളാണ് കൊച്ചു ത്രേസ്യ. മാർപ്പാപ്പ ഈ കാര്യം കൊച്ചു ത്രേസ്യയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു രേഖ പ്രസിദ്ധീകരിച്ചു. ദൈവാശ്രയം, അതിൽ ഈ കാര്യം മാർപ്പാപ്പ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. അവളുടെ എഴുത്തുകളിൽ ഹൃദയകാരിയായ നിരവധി വിശുദ്ധ ഗ്രന്ഥ പ്രതീകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുന്നു. മനുഷ്യവംശത്തെ ആകെ ഈശോയുടെ ഒരു പൂന്തോട്ടമായി കണ്ടുകൊണ്ടാണ് അവൾ ധ്യാനിക്കുന്നത്. ഈശോയുടെ ഒരു പൂന്തോട്ടമാണ് മനുഷ്യവംശം മുഴുവൻ. അകംപുറം വ്യത്യാസമില്ലാതെ എല്ലാ പൂക്കളെയും ഒരുപോലെ തഴുകുന്ന ദൈവസ്നേഹത്തെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. എല്ലാവരെയും, ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴും എല്ലാവരിലേക്കുമാണ് ശ്രദ്ധ തിരിക്കുന്നത്. അവളുടെ എഴുത്തുകളെല്ലാം ആ കാര്യം വിശദമാക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ ജലിക്കുവാനും സഹോദരീ സഹോദരന്മാരെ അതിലേക്ക് ആകർഷിക്കാനും അവൾ ആഹ്വാനം ചെയ്യുകയാണ്. അവളുടെ കയ്യെഴുത്ത് പ്രതികളിലെല്ലാം ഇത് വ്യക്തമായി കാണാൻ കഴിയും. മാർപ്പാപ്പ കൊട്ടേഷനൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ആശയം മനസ്സിൽ സൂക്ഷിക്കുക. ആകർഷണത്തിലൂടെയുള്ള ഒരു സുവിശേഷവൽക്കരണം വഴി ഒരേ സമയം വ്യക്തിപരമായും സാമൂഹികവുമായി അതീന്ദ്രിയ അനുഭവത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന അപ്പസ്തോലിക ലേഖനം ആദ്യം എഴുതിയ അതേപ്പറ്റിയാണ്. അത് മനോഹരമായ രേഖയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിരന്തരം ധ്യാനിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് മാർപ്പാപ്പയുടെ ഈ രേഖ, സുവിശേഷത്തിൻ്റെ സന്തോഷം. അപ്പോൾ അവിടെ മാർപ്പാപ്പ പറയുകയാണ്, എല്ലാവരെയും അറിയിക്കേണ്ടത് ആകർഷണത്തിൻ്റെ ഒരു സുവിശേഷവൽക്കരണമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ആകർഷിക്കണം ആളുകളെ. കൊച്ചു ത്രേസ്യയ്ക്ക് സാധിച്ചൊരു കാര്യമാണ്. ഒരു റോസാപ്പൂവ് ഗാന്ധിജി പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പ്രസംഗിച്ചിട്ടല്ല, അതിൻ്റെ ആ സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ടാണ്, അതിൻ്റെ മാധുര്യവും അതിൻ്റെ സൗന്ദര്യവും കൊണ്ടാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ, ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വ്യക്തിയുടെ ഹൃദയം, നമുക്കറിയാം, ദൈവസാന്നിധ്യം അവിടുന്ന് നമ്മുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ തരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ നാമത്തിൽ കൂടിയിരിക്കുന്നവരിലേക്കും അവിടുന്ന് അത് നൽകുന്നുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യയെ പറ്റി മാർപ്പാപ്പ പറയുകയാണ്, ഇതെല്ലാം വിശുദ്ധരാണ്, മഹാവിശുദ്ധരാണല്ലോ ഇവരെല്ലാം, വിരോചിതമായി ജീവിച്ചവരാണ്.
അമ്മ ത്രേസ്യയെ പറ്റി പറയുന്നുണ്ട്. അമ്മ ത്രേസ്യയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഉപമ കടമെടുത്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരാളുടെ ആത്മാവിൻ്റെ കൊട്ടാരത്തിലേക്കും കൂട്ടായ്മയുടെ കൊട്ടാരത്തിലേക്കും ഒരുപോലെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. വ്യക്തിയുടെ ഹൃദയത്തിലേക്കും ആന്തരിക കർമ്മ്യം എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട് അമ്മ ത്രേസ്യയുടേത്. ആധ്യാത്മികതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വായിക്കേണ്ട ഗ്രന്ഥമാണ്. മാർപ്പാപ്പ ആധികാരികമായി ഇവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരാളുടെ ആന്തരിക ഹൃദയത്തിലേക്കും അതോടൊപ്പം തന്നെ ഇറങ്ങി വരുന്ന എവിടെയാണ്? കൂട്ടായ്മയുടെ കൊട്ടാരത്തിലേക്കും. മഠം അല്ലെ നാം ജീവിക്കുന്ന ഇടവക, അവിടെ എല്ലായിടത്തേക്കും ഇറങ്ങി വരുന്ന ആ സ്നേഹത്തെ പറ്റിയാണ് അമ്മ ത്രേസ്യ പറയുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധി നമ്മെ ഐക്യപ്പെടുത്തുന്നു, വിഭജിക്കുന്നതല്ല വിശുദ്ധി, ഐക്യപ്പെടുത്തുന്നതാണ്. സഭയിലെ വിശുദ്ധി അതുകൊണ്ടാണ് ഐക്യമുള്ളിടത്തെ വിശുദ്ധിയുള്ളൂ. സർവരുടെയും ഒരുമയ്ക്കായി എല്ലാ മനുഷ്യരെയും ഐക്യപ്പെടുത്തുകയും മനുഷ്യവംശത്തെ ആകെ തൻ്റെ കരുണയാൽ ആലിംഗനം ചെയ്യുന്ന ദൈവിക രഹസ്യം വിശുദ്ധരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് പറയുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇത് വീണ്ടും മാർപ്പാപ്പ ഉദ്ധരിക്കുന്നതാണ്. സഭയെ പറ്റിയുള്ള ഡിഗ്രി, സഭ ആധുനിക ലോകത്തിൽ എന്ന ആ പ്രമാണരേഖ, കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെയാണ് എല്ലാ മനുഷ്യരുടെയും ഒരുമ ഇന്ന് ലോകത്തിലുണ്ടാകണമെന്ന ആശയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വിശുദ്ധിയാണ്, വിശുദ്ധിയുടെ പ്രവർത്തനമാണ്. ഐക്യവും സമാധാനവും സമ്മാനിക്കുന്ന അത്തരമൊരു ആലിംഗനം ഈ ലോകം എത്രയധികമായി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതാണ് ആദ്യത്തെ പോയിൻ്റ് മാർപ്പാപ്പ പറയുന്നത്. ഐക്യത്തിലേക്കുള്ള നയിക്കുന്നതാണ് വിശുദ്ധി എന്ന ആശയം. രണ്ടാമത് മാർപ്പാപ്പ പറയുന്നത് കുടുംബ വിശുദ്ധിയെ പറ്റിയാണ്. അത് നസ്രത്തിലെ തിരുക്കുടുംബം ആണ് ഏറ്റവും അധികം പ്രശോഭിച്ച് നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത്. മാർപ്പാപ്പ തൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനത്തിൽ ആനന്ദ് ചാക്ലാദിക്കും ഇക്കാര്യം 143 നമ്പറിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒത്തിരി പേരെ വിശുദ്ധിയിലേക്ക്, കുടുംബജീവിതം നയിക്കുന്നവരെ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം കൊച്ചു ത്രേസ്യയുടെ അപ്പനെയും അമ്മയുടെയും കാര്യമാണ്. ഇവിടെയെല്ലാം സഭ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞു തരും, ഓരോ വിഭാഗത്തിലും ഇണകൾ, ദമ്പതികൾ അന്യോന്യം വിശുദ്ധിയിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ഉപകരണങ്ങളായി മാറുകയാണ്, പരസ്പരം വിശുദ്ധീകരിക്കുകയാണ്, സഹായിക്കുകയാണ്. ദമ്പതിമാരായ വിശുദ്ധ ലൂയിസ് സെലിൻ മാർട്ടിൻ, വാഴ്ത്തപ്പെട്ട ലൂയിസ് മരിയ ബെൽട്രം കാത്തറോക്കി, പറോളായിലെ വന്യ ട്രാൻകഡി ജൂലിയ, വന്യ സെർജിയോ ഡൊമിനിക്ക ബെർണർദീനി, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. അടുത്ത കാലത്ത് ഒന്നിച്ച് അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധരാണ്. പരസ്പരം അവരെ സഹായിക്കുന്നു. ദമ്പതിമാരുടെ വിശുദ്ധി, അതായത് രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ വിശുദ്ധി വൈവാഹിക ജീവിതത്തിൽ ഒന്നായി ഭവിക്കുന്നു. ഇതാണ് ദമ്പതികളെക്കുറിച്ചുള്ള ദർശനം. ഇത് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കുടുംബങ്ങൾ, വിവാഹിതർ മനസ്സിലാക്കണം. പരസ്പരം കൈമാറ്റപ്പെടുന്ന രണ്ടുപേരുടെയും വ്യക്തിപരമായ സവിശേഷതകൾ ഗുണന സ്വഭാവത്തോടുകൂടി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്, രണ്ടുപേരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധരെ പറ്റി നമുക്ക് പഠിക്കണം. ഇന്ന് സഭ അതിന് കൂടുതൽ ഊന്നു കൊടുക്കുകയാണ്. വിശുദ്ധരായ കുടുംബങ്ങൾ നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിശുദ്ധരായ ദമ്പതികൾ ഒറ്റയ്ക്ക് ഒരിക്കലല്ല, എപ്പോഴും സമൂഹമായി ചേർന്നാണ് അവരും പ്രവർത്തിക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം രക്തസാക്ഷികളുടെ വിശുദ്ധിയാണ്. ആദിമ സമൂഹങ്ങളുടെ ഉൽപ്പത്തി മുതൽ, ആദിമകാലം മുതൽ ആധുനിക കാലഘട്ടം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട സഭയുടെ ചരിത്രത്തിൽ ഉടനീളം ശക്തമായ ഇത്തരം മാതൃകകളുണ്ട്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ കാലത്തിലും അതുണ്ടായിരുന്നു.
രക്തസാക്ഷികളില്ലാത്തൊരു കാലഘട്ടം സഭയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് ജീവനോടെ ഇല്ലാത്തവരാണല്ലോ രക്തസാക്ഷികൾ എന്ന് നാം ചിന്തിച്ചേക്കാം. അവരെല്ലാം പഴയ കാര്യമാണല്ലോ എന്ന് ഓർക്കണ്ട. തുടർച്ചയായ രക്തസാക്ഷിത്വത്തിലൂടെയാണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്തു പറയുകയാണ്, ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ ആസിയ ബീബിയുടെ ജീവിതം തന്നെ ഓർക്കുക. മകൾ അവൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൊണ്ടുപോയി കൊടുത്തിരുന്നു. അവൾ നിഷ്കളങ്കയാണ്, നിരപരാധിയാണ് എന്ന അറിയിപ്പ് കിട്ടുന്നത് ഒത്തിരി വൈകിയാണ്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന രക്തസാക്ഷികളുടെ കഥ. വിശ്വാസത്തിനും ജീവകാരുണ്യത്തിനും വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഈ ആസിയ ബീബിയെ പോലെയുള്ള നിരവധി സ്ത്രീകളുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് നിരവധി രക്തസാക്ഷികളുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. ചിലപ്പോൾ സുവിശേഷത്തെ പ്രതി വീരോചിതമായി ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി എല്ലാ അംഗങ്ങളുടെയും ജീവൻ പരിത്യജിക്കുകയും ചെയ്ത കൂട്ടായ്മകളാവാം അവ. എത്രയോ പേരുണ്ട് കൊല ചെയ്യപ്പെടുന്നു കർത്താവിനെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ, ക്രിസ്ത്യാനികളായി എന്നതിൻ്റെ പേരിൽ മാത്രം. അവരുടെ രക്തസാക്ഷിത്വത്തെ സഭാതലത്തിലും വിവിധ ക്രൈസ്തവ ഉപവിഭാഗങ്ങളുടെ തലത്തിലും പരിശോധിച്ചാൽ രക്തസാക്ഷികളുടെ എണ്ണം ഇനിയും കൂടുകയുള്ളൂ. നമ്മൾ മാത്രമല്ല, മറ്റ് കത്തോലിക്കർ മാത്രമല്ല, മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളിലും പെട്ടവർ എത്രയോ പേര് കർത്താവിന് വേണ്ടി മരിക്കപ്പെടുന്നു. രക്തസാക്ഷികളുടെ ഒരു ഐക്യമെന്ന് തന്നെ മാർപ്പാപ്പ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അടുത്ത കാലത്ത് റോമൻ രക്തസാക്ഷി പട്ടികയിൽ ചേർക്കപ്പെട്ട 21 പേരെ പറ്റി മാർപ്പാപ്പ പറയുകയാണ്. ഈശോ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് അവർ മരണമടഞ്ഞത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പം മാർപ്പാപ്പ ഉപസംഹരിക്കുകയാണ്, വിശുദ്ധിയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും ജീവൻ നൽകുന്നത്. ഈ കോൺഗ്രിഗേഷനോടാണ് പറഞ്ഞത്. വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന വ്യത്യസ്ത വഴികളിൽ വെച്ച് ഈ യാഥാർത്ഥ്യം മുൻപത്തേക്കാൾ നന്നായി മനസ്സിലാക്കാനും ആഘോഷിക്കാനും നമുക്ക് കഴിയണം. വ്യത്യാസമുണ്ടാവാം, എന്നാൽ ലക്ഷ്യമൊന്നാണ്, സ്നേഹത്തിൻ്റെ നിറവ്. സ്നേഹമാണ് വിശുദ്ധി, അതിനെ കൃത്യം പറഞ്ഞാൽ. അതാണ് വിശുദ്ധിയിലേക്കുള്ള ഏക വഴി. നമ്മളെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്തു പറഞ്ഞ ഈ 3 ഘട്ടങ്ങളിലുള്ളവർ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും വിശുദ്ധമാക്കാനും യത്നിക്കാൻ ഇടയാകട്ടെ. നമുക്ക് നന്ദി പറയാം മാർപ്പാപ്പയുടെ ഈ സന്ദേശത്തിന്. മറ്റൊരു സന്ദേശവുമായി വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.